പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിശോധിക്കുന്നത് അനിഴ നക്ഷത്രത്തിൻ്റെ പൊതുഫലങ്ങളെക്കുറിച്ചും 2026 ഈ നക്ഷത്രങ്ങൾക്കുള്ള പുരോഗതിയെക്കുറിച്ചും അപജയത്തെക്കുറിച്ചുമൊക്കെ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പ്രധാനമായി പരിശോധിക്കുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണെങ്കിൽ അനിഴ നക്ഷത്രക്കാരുടെ ജോലി കാര്യങ്ങൾ സംസാരിക്കും, സ്ഥലമാറ്റ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കും, ഉത്തരവാദിത്വത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും, അതുപോലെ സാമ്പത്തിക പുരോഗതിയെക്കുറിച്ച് സംസാരിക്കും, സാമൂഹ്യമായ കാര്യങ്ങൾ സംസാരിക്കും, സംഘടനാപരമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും, ആത്മീയ മേഖലയെക്കുറിച്ച് സംസാരിക്കും, വിദേശ രാജ്യ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ എന്തെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കും. ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ വീഡിയോയുടെ താഴെ തീർച്ചയായും നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിത്യപ്രാർത്ഥനയിൽ നിങ്ങളെ കൂടെ ഉൾപ്പെടുത്താൻ ഞങ്ങൾക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. തീർച്ചയായും നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ഐശ്വര്യം ഞങ്ങളുടെ കൂടെ ലക്ഷ്യമാണ്. തീർച്ചയായും നിങ്ങളുടെ നാളും പേരും, കുട്ടികളുണ്ടെങ്കിൽ അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. അനിഴ നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അനിഴ നക്ഷത്രം മിത്രത്തെയും നേതൃത്വത്തെയും സമന്വയിപ്പിക്കുന്ന ഒരു നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവങ്ങൾ ഇനി പറയാം. വിശ്വാസ്യതയുള്ളവരാണ്, നേതൃഗുണമുള്ളവരാണ്, സംഘടനാപരമായ ശേഷിയുള്ളവരാണ്, സഹിഷ്ണുതയുള്ളവരാണ്, നയതന്ത്ര ബുദ്ധിയുള്ളവരാണ്. ഇവരുടെ പ്രധാന ദൗർബല്യങ്ങളെന്ന് പറയുന്നത് അധികമായ ഉത്തരവാദിത്തങ്ങൾ ഇവർ ഏറ്റെടുക്കില്ല എന്നുള്ളതാണ്. മനസ്സിൽ വിഷമമുണ്ടെങ്കിൽ അതൊക്കെ ഒളിപ്പിച്ചു വയ്ക്കുന്നത് സ്വഭാവക്കാരാണ്. ചിലപ്പോൾ അധികമായ നിയന്ത്രണങ്ങൾ സ്വയം വരുത്താറുണ്ട്. അനിഴ നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ 2026 പൊതു നേട്ടങ്ങളെന്ന് പറയുന്നത് ജോലി അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലൊക്കെ സ്ഥിരതയുണ്ടാകുമെന്നുള്ളതാണ്. സ്ഥലം മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, സ്ഥാനവും മാറിയേക്കാനുള്ള സാധ്യതയുണ്ട്, ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. സ്വകാര്യ മേഖലയിലും സർക്കാർ മേഖലയിലും നിങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയാണ് 2026 കാണുന്നത്. സാമ്പത്തിക കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കടബാധ്യത കുറഞ്ഞു വരും, പഴയ പണം തിരികെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്, സ്ഥിര വരുമാനം ശക്തമാകുന്ന പ്രവണതയും കാണുന്നുണ്ട്. സാമൂഹികമായി അംഗീകാരങ്ങൾ വരും, നേതൃപദവികളിലേക്ക് നിങ്ങൾ വന്നേക്കാം, സംഘടനാ കാര്യങ്ങൾ പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് നിങ്ങൾ വന്നേക്കാനുള്ള സാധ്യതയുണ്ട്. വിശ്വാസ്യത വർദ്ധിക്കുമെന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ആത്മീയമായ മേഖലകൾ പരിശോധിക്കുകയാണെങ്കിൽ ദേവാലയ ബന്ധമുണ്ടാകും, തീർത്ഥാടനത്തിന് പോകാനുള്ള സാധ്യതയുണ്ട്, പൂജാതി കാര്യങ്ങളിലൊക്കെ മനസ്സ് ഒത്തുചേർന്ന് ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രവണതയും കണ്ടുവരുന്നുണ്ട്. വിദേശ കാര്യങ്ങളെപ്പറ്റി പരിശോധിക്കുമ്പോൾ വിദേശ ബന്ധമുണ്ടാകാം, ദൂരയാത്രകൾ വേണ്ടിവരും, വിദേശ ജോലിയുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകൾ നിങ്ങളെ തേടി വരും. ദൂരയാത്രകൾ എപ്പോഴും വിജയകരമായിരിക്കുമെന്നും പറയേണ്ടി വരും. അനിഴ നക്ഷത്രത്തിൻ്റെ 2026 പൊതുഫലം വീണ്ടും ചർച്ച ചെയ്യുകയാണ്. അത് മറ്റൊന്നുമല്ല, സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും പറയാനുള്ളത്. സാമ്പത്തിക കാര്യത്തിൽ വരുമാനം വളരെയേറെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്, അത് സ്ഥിരമായി നിൽക്കാനുമുള്ള സാധ്യതയാണ് കാണുന്നത്. വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ വലിയ ആശ്വാസകരമായ രീതിയിൽ സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാകും. ഭൂമി, സ്വത്ത് സംബന്ധിച്ചുള്ള ഇടപാടുകളിലൊക്കെ അനുകൂലമായ കാര്യങ്ങളാണ് വരുന്നത്. ഒരുപക്ഷെ ഭൂമി വാങ്ങാനോ വീട് വാങ്ങാനോ അല്ലെങ്കിൽ ഭാഗികമായി ലഭിക്കേണ്ട സ്വത്തുവകൾ നിങ്ങൾക്ക് ലഭിക്കാനോ ഉള്ള സാധ്യത വ്യക്തമായി തന്നെ 2026 പൊതുഫലത്തിൽ അനിഴ നക്ഷത്രക്കാർക്ക് പറയുന്നുണ്ട്. കുടുംബത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കുടുംബത്ത് പരസ്പരമുള്ള ബന്ധം തീർച്ചയായും മെച്ചപ്പെട്ട് മുന്നോട്ട് പോകും. ഏതെങ്കിലുമൊക്കെ തരത്തിൽ അകൽച്ചയുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിക്കിട്ടി മുതിർന്നവരുടെ അനുഗ്രഹത്തോടുകൂടി ജീവിതം കൂടുതൽ സമ്പന്നമായി തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആരോഗ്യരംഗം പരിശോധിക്കുമ്പോൾ പൊതുവെ നല്ല ആരോഗ്യാവസ്ഥയിലാണ് നിങ്ങളുള്ളത്. രക്തസമ്മർദ്ദം, വയർ സംബന്ധമായ പ്രശ്നങ്ങൾ ഇവയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. യോഗ, ധ്യാനം എന്നിവയൊക്കെ നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. അതുപോലെ തന്നെ വിവാഹാദി കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2026 അനിഴ നക്ഷത്രത്തിൽ പിറന്ന അവിവാഹിതരായവർക്ക് വിവാഹത്തിന് യോഗമുണ്ട്. ശക്തമായ വിവാഹ യോഗമാണ് 2026 നിങ്ങൾക്ക് കാണുന്നത്. കുടുംബസമ്മതത്തോട് തന്നെ വിവാഹം നടക്കുമെന്നാണ് കാണുന്നത്. ദാമ്പത്യ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ തെറ്റിദ്ധാരണകൾ മാറാനുള്ള സാധ്യതയുണ്ട്. സഹകരണ മനോഭാവം വർദ്ധിക്കും.
പരസ്പര ബന്ധം കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ ജോലിയെപ്പറ്റി പരിശോധിക്കുകയാണെങ്കിൽ ജോലി സ്ഥലത്ത് പ്രമോഷനുള്ള സാധ്യതയുണ്ട്. പുതുതായി ജോലികൾ വരാനുള്ള സാധ്യതയുണ്ട്. പുതിയ ജോലിക്ക് ഓഫർ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. ജോലിയിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ആ മാറ്റം വിജയകരമായ പരിസമാപ്തി നിങ്ങൾക്കുണ്ടാകുമെന്ന് പറയേണ്ടി വരും. കുട്ടികളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ സന്തോഷകരമായ വാർത്തകൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകും. കുട്ടികളിൽ നിന്നും അഭിമാനകരമായ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകുമെന്ന് പറയേണ്ടി വരും. വിദ്യാഭ്യാസാദി കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അനിഴ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ അനുകൂലമായ വിജയമുണ്ടാകും. ഗവേഷണം ടെക്നിക്കൽ മേഖലകളിൽ വലിയ വിജയവും പഠനവും സാധ്യമാകുമെന്നാണ് പറയേണ്ടി വരിക. വിദേശ ബന്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിദേശയാത്രയ്ക്ക് ആവശ്യമായ രേഖകൾ, അതായത് വിസ അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ തടസ്സങ്ങളുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി വർഷാന്ത്യത്തിൽ വലിയ പുരോഗതി ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. സാമൂഹ്യമായ കാര്യത്തെക്കുറിച്ച് പരിശോധിക്കണമെങ്കിൽ ജനങ്ങളുടെ ബഹുമാനം സിദ്ധിക്കും. നേതൃസ്ഥാനത്തേക്ക് നിങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. പൊതുപ്രവർത്തനങ്ങളിൽ വലിയ നേട്ടമുണ്ടാകും. പാർട്ടി പ്രവർത്തനത്തിൽ അംഗീകാരം ലഭിക്കും. വലിയ ചുമതലകൾ നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സാധ്യതയും കണ്ടുവരുന്നുണ്ട്. ഗവൺമെൻറ് സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കോടതിപരമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, അതായത് കേസുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തീർന്നു പോകാനോ അനുകൂലമായി തീരാനുള്ള സാധ്യതയാണ് കാണുന്നത്. സമാധാനപരമായ ഒത്തുതീർപ്പിലൊക്കെ ശ്രമിക്കാവുന്നതാണ്. തീർന്നു പോയേക്കാം എന്ന് തന്നെയാണ് കാണുന്നത്. ക്ഷേത്രങ്ങൾ അതുപോലെ മതസ്ഥാപനങ്ങളിലൊക്കെ നിങ്ങൾക്ക് പ്രധാന പങ്ക് വഹിക്കേണ്ട സാഹചര്യം വരും. പുണ്യകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലീസിൻ്റെ സഹായം ലഭിക്കും. അത് തീർക്കാനും നിങ്ങൾക്ക് കഴിയുമെന്നാണ് കാണുന്നത്. കുടുംബത്ത് ആഘോഷങ്ങൾ നടന്നേക്കാം. വിവാഹം, ഗൃഹപ്രവേശം, ഉത്സവങ്ങൾ എന്നിവയൊക്കെ തീർച്ചയായും നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുമെന്ന് കണ്ടുവരുന്നുണ്ട്. മാതാപിതാക്കളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവരുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കാനാണ് സാധ്യത. ആരോഗ്യരംഗത്തിൽ വലിയ ശ്രദ്ധ വേണം. കാര്യം മാതാപിതാക്കൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത്. ഗുരുക്കന്മാരെയും ഗുരുസ്ഥാനീയരെയും കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഉപദേശങ്ങൾ ലഭിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവും മുതൽക്കൂട്ടുമാകുമെന്നാണ് കാണുന്നത്. അവരുടെയൊക്കെ അനുഗ്രഹം തീർച്ചയായും ശക്തമായി തന്നെ നിങ്ങൾക്കുണ്ടാകും. പിതൃകാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണം. പിതൃകർമ്മങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വലിയ അനുഗ്രഹം ഉണ്ടാകും. എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ട് തീർച്ചയായും പിതൃകർമ്മങ്ങൾ മുടക്കം വരുത്താതെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ദൂരയാത്രകൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഫലപ്രദമായിരിക്കും. തീർത്ഥാടനം മനസ്സിനെ ശുദ്ധമാക്കും. ആത്മീയമായ നേട്ടവും നിങ്ങൾക്കുണ്ടാകും. അനിഴം നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർക്ക് വിവാഹത്തിന് യോജിക്കുന്ന നക്ഷത്രങ്ങൾ ഇനി പറയുന്നവയാണ്: അനിഴം, തൃക്കേട്ട, വിശാഖം, ഉത്രാടം, രേവതി എന്നിവയും. യോജിക്കാത്ത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് മകവും പൂരാടവുമാണ്. അതുപോലെ തന്നെ അനിഴം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് വിവാഹത്തിന് യോജിക്കുന്ന പുരുഷ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട, തിരുവാതിര എന്നിവയും. യോജിപ്പില്ലാത്ത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഭരണിയും പൂരുരുട്ടാതിയുമാണ്. 2026 ത്രൈമാസ ഫലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ജനുവരി മുതൽ മാർച്ച് വരെ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ക്ഷമ അത്യാവശ്യമായി വേണ്ട ഒരു പ്രധാന ഘടകമാണ്. അതുപോലെ തന്നെ ഏപ്രിൽ മുതൽ ജൂൺ വരെ പരിശോധിക്കുകയാണെങ്കിൽ പുരോഗതിക്ക് സാധ്യതയുണ്ട്. ജോലിയിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ പരിശോധിക്കുകയാണെങ്കിൽ സാമ്പത്തിക നേട്ടമുണ്ടാകും. വിവാഹത്തിന് യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ പരിശോധിക്കുകയാണെങ്കിൽ സമാധാനപരമായ ജീവിതമായിരിക്കും മുന്നോട്ട് പോവുക. ജീവിതത്തിൽ വലിയ നേട്ടങ്ങളുണ്ടാകും. ആത്മീയമായ പുരോഗതിയും ഉന്നതിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായി പറയുകയാണെങ്കിൽ 2026 അനിഴ നക്ഷത്രക്കാർക്ക് പരിശ്രമത്തിന് ഫലം ലഭിക്കുന്ന വർഷമാണ്. സാമ്പത്തികവും തൊഴിൽപരമായ ഉയർച്ചയുണ്ടാകും. കുടുംബവും ബന്ധങ്ങൾ ശക്തമാകും. ആത്മീയതയും സാമൂഹ്യ ബഹുമാനവും വർദ്ധിക്കും. ക്ഷമയും വിശ്വാസവും നിലനിർത്തിയാൽ 2027 അനിഴ നക്ഷത്രക്കാർക്ക് സ്വർണ്ണവർഷം തന്നെയാകും. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.